ഹായ്, കുറച്ചായല്ലേ ഡെൻ്റൽ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നും പല്ലിൻ്റെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ സംസാരിക്കുന്നത്. എന്നാൽ ഡെൻറ്റിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ +2ൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ BDSന് പോകണോ വേണ്ടയോ, BDS എങ്ങനെയുണ്ട്, പഠിക്കാൻ എളുപ്പമാണോ, അല്ലെങ്കിൽ BDS എടുക്കണോ എന്നൊക്കെ ഓർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അല്ലെങ്കിൽ BDSനെ കുറിച്ച് കുറേ ഡൗട്ട്സ് ഉള്ള കുറേ പേരുണ്ട്. അല്ലെങ്കിൽ BDSന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, കുറേ കാശുണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറേ ഡൗട്ട്സ് ഉള്ള ഒരുപാട് കുട്ടികൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേരൻസ് കാണുമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്താണ് BDS, എന്തൊക്കെയാണ് നമുക്ക് BDSൽ അതുകൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ BDS പഠിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നമുക്ക് ഈ പറയുന്ന കുറേ കാശുണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നോർമൽ സാധാരണക്കാർക്ക് തോന്നുന്ന കുറച്ച് സംശയങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്ന്. അപ്പം അതിനെക്കുറിച്ചായിരിക്കും ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഞാൻ ഡോക്ടർ അഞ്ജു. എനിക്ക് പാലായിൽ ഡെൻ്റൽ ക്ലിനിക്കാണ്, പ്രൈവറ്റായിട്ട് നടത്തുന്നു. ഞാൻ 2011 ബാച്ചാണ്, പോണ്ടിച്ചേരിയിലാണ് പഠിച്ചത്. ഇപ്പം 9 ഇയേഴ്സായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ് പാലായിൽ. അപ്പോൾ എന്താണ് BDS ബാച്ചിലർ ഓഫ് ഡെൻ്റൽ സർജറി 5 വർഷത്തെ കോഴ്സാണ്. 4 വർഷം അക്കാഡമിക്സ് ആയിരിക്കും, 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പാണ്. ഈ 4 വർഷത്തെ അക്കാഡമിക്സിൽ 3 വർഷവും നമുക്ക് മെഡിക്കൽ സബ്ജക്ട്സ് ആയിരിക്കും കൂടുതലും കവർ ചെയ്യാൻ കാണുക. 1-2 ഡെൻ്റൽ സബ്ജക്റ്റേ കാണുള്ളൂ. ഫൈനൽ ഇയറിലായിരിക്കും ഫുള്ളായിട്ട് നമുക്ക് ഡെൻ്റൽ സബ്ജക്ട്സ് കാണുക. മെഡിക്കൽ സബ്ജക്ട്സ് പഠിക്കാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ MBBSകാരുടെ അത്ര വാസ്റ്റായിട്ട് കവർ ചെയ്യുന്നില്ല. ഇപ്പം അനാറ്റമിക് ആണെങ്കിലും ഹെഡ് ആൻഡ് നെക്ക് റീജിയൻ മാത്രമാണ് നമ്മൾ കൂടുതലും കവർ ചെയ്യുന്നത്. ബാക്കി ഇപ്പം എന്താ പറയുന്നത്, മൈക്രോബയോളജി അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി ഒക്കെ നമുക്ക് എന്താണോ കൂടുതൽ ആവശ്യം വരിക അതായിരിക്കും കൂടുതലായിട്ടും കവർ ചെയ്യുക. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. എന്നാലും നമുക്ക് MBBS ടോപ്പിക്സ് 3 വർഷത്തേക്ക് നമ്മൾ MBBS സബ്ജക്ട്സ് ആയിരിക്കും കൂടുതലും പഠിക്കുന്നത്. ഫൈനൽ ഇയറിലാണ് നമ്മൾ ഫുള്ളായിട്ട് ഡെൻ്റൽ സബ്ജക്ട്സ് പഠിക്കുന്നത്. ബാക്കി വർഷങ്ങളൊക്കെ 1-2 ഡെൻ്റൽ സബ്ജക്ട്സ് കാണും കേട്ടോ. എന്നാലും മെഡിക്കൽ സബ്ജക്ട്സ് ആയിരിക്കും കൂടുതൽ. പഠിക്കാൻ എങ്ങനെയുണ്ട്, BDS പഠിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം തിയറി നന്നായിട്ട് പഠിക്കണം, പ്രാക്ടിക്കലും നന്നായിട്ട് പഠിക്കണം. ഇപ്പോൾ +2ലൊക്കെ പോലെ പ്രാക്ടിക്കൽ ടീച്ചേഴ്സ് നോക്കിക്കോളും, എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കുറിച്ച് വെച്ചാൽ മതി എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. കാരണം നമുക്ക് കൂടുതലും പ്രാക്ടിക്കൽ വർക്കാണ് വരുന്നത്. അതുകൊണ്ട് ഹാൻഡ് വർക്ക് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രാക്ടിക്കലും അത്യാവശ്യം ടഫാണ്. ഇപ്പോൾ തിയറിയും നന്നായിട്ട് പഠിക്കണം, പ്രാക്ടിക്കലും നമ്മൾ നല്ല സ്കിൽഡ് ആയിരിക്കണം. എന്നാലും മാത്രമേ നമുക്ക് ഓരോ വർഷവും കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിന് പുറത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വർഷം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്ജക്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് കയറാൻ പറ്റും. ഒന്നിൽ കൂടുതൽ, എന്നിട്ട് 6 months കഴിയുമ്പം നമ്മളത് എക്സാം എഴുതി പാസ്സായാൽ മതി. ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 6 months ബാക്ക് ആകും. പിന്നെ അത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് തിയറിയും പഠിക്കണം, പ്രാക്ടിക്കലും നന്നായിട്ട് സ്കിൽഡ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കാൻ കുറച്ച് ടഫായിട്ടുള്ള കോഴ്സാണ് BDS എന്ന് പറയുന്നത്. നമുക്ക് ഡെൻറ്റിസ്ട്രിയിൽ മൊത്തം 9 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഇപ്പം ഡെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൂടെ ഒറ്റ സാധനമല്ല, 9 ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ BDS കഴിയുമ്പം എന്താണ് BDSൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അതാണ് ചെയ്യുന്നത്. ക്ലിനിക്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് ക്ലിനിക്ക് ഇടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് കയറാം. ഇടയ്ക്ക് PSC എക്സാംസ് വരുന്നുണ്ട്. അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ജോബിൽ കയറാം. എനിക്കൊന്ന് PHC പോലത്തെയൊക്കെ PHC ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ഡെൻ്റൽ വിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റും. PSC എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ MDS എടുക്കുക, ഒബ്വിയസ്ലി PG ചെയ്യുക. 3 വർഷമാണ് PG കോഴ്സ് വരുന്നത്. അപ്പോൾ 9 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും PG എടുക്കാം. PG എടുത്തിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷന് പോകണമെങ്കിൽ അങ്ങനെ പോകാം, അല്ല പ്രൈവറ്റ് ക്ലിനിക്ക് നടത്തണമെങ്കിൽ അങ്ങനെ നടത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജുകളിൽ പഠിപ്പിക്കാൻ കയറാം. അസിസ്റ്റൻറ്റ് പ്രൊഫസറാകും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾ പ്രൊഫസറാകും, പിന്നെ HOD ആകും. അപ്പോൾ അതുകൊണ്ട് BDS കഴിഞ്ഞ് MDS ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് MDS കഴിയുമ്പോൾ ഉള്ള കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. 3 വർഷത്തെ കോഴ്സാണ്, 9 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് PG ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഇത് ഫോറൻസിക് ഓഡോntology എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് വിങ് തന്നെയുണ്ട്. ആ കോഴ്സ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഡിപ്ലോമയല്ല, എന്നാലും PG ആവില്ല, ഫോറൻസിക് ഓഡോntology എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമുക്കുള്ളത് MBA ചെയ്യാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലൊക്കെ MBA ചെയ്യാം. പിന്നെ ക്ലിനിക്കൽ റിസർച്ച് വിങ് ഉണ്ട്. അതൊക്കെ കുറച്ച് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോയാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ക്ലിനിക്കൽ റിസർച്ച് വിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് കയറാം.
പിന്നെ നമുക്ക് LLBക്ക് പോകാം. പലർക്കും അത് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് MBA BDS കഴിഞ്ഞാൽ നമുക്ക് LLBക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. MSc എടുക്കാം. MSc ഇൻ അനാറ്റമി, MSc ഇൻ ഡെൻ്റൽ മെറ്റീരിയൽസ്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാൻ കയറാനായിട്ട് പറ്റും. ഇങ്ങനെ ചില സബ്ജക്ട്സിന് MSc ഉണ്ട്. അപ്പോൾ MSc എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഉറപ്പായിട്ടും പുറത്തേക്ക് പോകാം. ഇപ്പം എല്ലാവരും ചെയ്യുന്നത് അത് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ നമ്മുടെ BDS വാലിഡ് ആയിട്ടുള്ള കൺട്രീസിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാതെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ BDS ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും പോകുന്ന UK കാനഡയിലൊന്നും വാലിഡ് അല്ല. അവിടെ പോയി നമ്മൾ അവരുടെ ഇക്വാലൻ്റ് എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് അവിടെ ഡെൻ്റൽ സർജനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഡിഗ്രി വെച്ചിട്ട് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഡെൻ്റൽ അസിസ്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡെൻ്റൽ ഹൈജീനിസ്റ്റിൻ്റെ ജോബായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ എക്സാം തിയറിയും പ്രാക്ടിക്കലും എഴുതിയാൽ മാത്രമേ നമുക്ക് അവിടെ പോയി ഡെൻ്റൽ സർജനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. തിയറി കുറച്ച് എളുപ്പമാണ്, പ്രാക്ടിക്കൽ കുറച്ച് ടഫാണെന്നാണ് എഴുതിയവർ പറഞ്ഞുള്ള അറിവ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ക്ലിനിക്ക് ഇടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ PG ചെയ്യുക, പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ PSC ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോബ് കിട്ടും, അല്ലെങ്കിൽ MSc എടുക്കാം, LLB, MBA, ഫോറൻസിക് ഓഡോntology, ഇങ്ങനത്തെ കുറച്ച് സെപ്പറേറ്റ് കോഴ്സുകൾ പഠിച്ചിട്ട് അതിനനുസരിച്ച് ആ റൂട്ടിലേക്ക് വേണമെങ്കിലും നമുക്ക് തിരിയാനുള്ളതേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് സ്കോപ്പ് ഉള്ളതാണ്. ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ പോയി മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ചെയ്യാം. പിന്നെ ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്നതാണ്, ഭയങ്കരമായിട്ടും കയറി വരുന്നൊരു കാര്യമാണ് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി. അപ്പോൾ BDS കഴിയുമ്പോൾ PG ചെയ്യത്തില്ല, പകരം കോസ്മെറ്റിക് ഡെന്റിസ്ട്രി അല്ലെങ്കിൽ ഇംപ്ലാന്റോളജി അങ്ങനത്തെ കുറച്ച് ഡിപ്ലോമ കൈൻഡ് ഓഫ് കോഴ്സുകളുണ്ട്. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ടും നമുക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇംപ്ലാന്റോളജി ഉണ്ട്, കോസ്മെറ്റിക് ഡെന്റിസ്ട്രിക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല സ്കോപ്പുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയും നമുക്ക് PG ചെയ്യേണ്ട, പകരം ഇംപ്ലാന്റോളജിയും കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിലൊക്കെ നമുക്ക് ഡിപ്ലോമ കിട്ടുന്ന കോഴ്സുകളുണ്ട്. ഇനി ഇതിനകത്തെ ചലഞ്ചസ്, BDS പഠിച്ചാലത്തെ നെഗറ്റീവ്സ്, അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്ന് ഞാൻ പറയുന്നില്ല, എന്തൊക്കെ ഇതിനകത്ത് ചലഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മാർക്കറ്റ് സാച്ചുറേഷനാണ്. അതായത് ഇപ്പം ഒരുപാട് ക്ലിനിക്സ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ഏരിയ എടുത്താൽ തന്നെ ഒരു 5-6 ക്ലിനിക്ക് കാണും. ഇപ്പോൾ പാലാ തന്നെ എടുത്താൽ എനിക്കൊന്ന് 20ഓളം ക്ലിനിക്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഒന്നും കൂടാണ്ട് തന്നെ. അപ്പോൾ ഇത്രയും ക്ലിനിക്സ് ഉള്ളതിൽ നമ്മൾ അതിനകത്ത് എക്സെപ്ഷനായി നിന്നാൽ മാത്രമേ നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുള്ളൂ. കാരണം നമുക്ക് വേർഡ് ഓഫ് മൗത്ത് വരെ പേഷ്യൻസ് പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം പരസ്യം കൊടുക്കാനോ, അതൊക്കെ നമ്മുടെ ഡെൻ്റൽ എത്തിക്സിനെതിരാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽസൊക്കെ വലിയ വലിയ ആഡൊക്കെ കൊടുക്കുന്ന പോലെ നമുക്ക് ക്ലിനിക്കിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഓഫേഴ്സ് ഉണ്ട്, ഇങ്ങനെയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞൊന്നും പരസ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, നമ്മൾ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഒരു പേഷ്യൻറ്റ് ഇഷ്ടപ്പെട്ട് ആ പേഷ്യൻ്റെ ആളുടെ അടുത്ത് റെഫർ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എക്സെപ്ഷണൽ ആയാൽ മാത്രമേ നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുള്ളൂ. നേരത്തേക്ക് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കിലേക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, പകരം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സാധനങ്ങളിലേക്കായിരുന്നിരിക്കാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു സാധാ ക്ലിനിക്ക്, ചെറിയൊരു ക്ലിനിക്ക്, ഒരു ചെയറൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, കുറേയും കൂടെ സോഷ്യൽ മീഡിയയുടെ ലോകമാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ അത്ര അപ്പീലിംഗ് ആയാലും മാത്രമേ കുറേ ആൾക്കാരൊക്കെ NRIs ആണ്. അപ്പോൾ അവർ നാട്ടിൽ വരുമ്പോഴായിരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ വരുമ്പം അവർക്ക് അപ്പീലിംഗ് ആയാൽ മാത്രമേ അവർ ആ ക്ലിനിക്കിൽ വരുള്ളൂ. ഇവിടെ വന്നിട്ടും അവർക്കൊരു എക്സെപ്ഷണൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ അവർ പിന്നെയും അടുത്തയാളെ നമ്മുടെ അടുത്ത് റെഫർ ചെയ്യത്തുള്ളൂ. അപ്പം ഇപ്പം നല്ല രീതിയിൽ ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത് തുടങ്ങി ഒരു ചലഞ്ചിങ് കാര്യമാണ്. നേരത്തെ ഇപ്പോൾ അത് തന്നെ സ്റ്റാർട്ടിങ് മേ ബി ഒരു 10 lakhs തൊട്ട് സ്റ്റാർട്ടിങ് വരും. ഒരു ചെറിയ രീതിയിലെങ്കിലും ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ടിങ്ങാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ എത്രത്തോളം ഗ്രാൻഡായിട്ട് ചെയ്യുന്നു അത്രത്തോളം തന്നെ റേറ്റ് കൂടും. അപ്പം അതുകൊണ്ട് അതൊരു ചലഞ്ചിങ് കാര്യമാണ്, ക്ലിനിക്സ് ഇത്രയും കേരളത്തിലുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ അത്ര എക്സെപ്ഷൻ ആയാലേ നമുക്ക് അതിലൊന്ന് സക്സസ് ആയി നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം പുറത്ത് പോയാൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കാം, ചെയ്യാൻ പറ്റും. നമ്മളവിടെ ഡെൻ്റൽ സർജനായിട്ട് അവരുടെ എക്സാം ക്രാക്ക് ചെയ്താൽ സക്സസ്ഫുൾ ആണ് ലൈഫ്. പക്ഷെ നമ്മൾ ആ എക്സാം ക്രാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളവിടെ ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആയിട്ടോ ഡെൻ്റൽ ഹൈജീനിസ്റ്റോ ഒക്കെ ആയിട്ടോ വർക്ക് ചെയ്യുന്നെങ്കിൽ എൻ്റെ ഒരു അറിവനുസരിച്ച് ഒരു 2 lakh ഒക്കെയാണ് പെർ മന്ത് കിട്ടുന്നത്. അത്രയൊക്കെ നമ്മളിവിടെ നല്ല രീതിയിൽ ക്ലിനിക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്നും കൊണ്ടിപ്പം ഇതിൽ നിന്ന് നമ്മൾ കോടീശ്വരന്മാരാകുമോ, നമ്മൾ ഭയങ്കര റിച്ച് ആകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിതിൽ നിന്ന് പേഴ്സണലി പലരുടെ ഇതിൽ നിന്നും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇപ്പം നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലോണൊന്നും എടുത്തല്ല നമ്മൾ ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നമുക്ക് വലിയ വലിയ ബാധ്യതകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്ക് സഫീഷ്യൻ്റ് ആണ്. നല്ല ക്ലിനിക്കാണെങ്കിൽ, നമ്മൾ നല്ല പ്രാക്ടീസാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഫാമിലിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്തതൊക്കെ ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ലോണും നമ്മളിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ റെൻറ്റും ഒക്കെ കഴിഞ്ഞ് സാലറിയും ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് എക്സെപ്ഷനിലായാലും മാത്രമേ നമുക്ക് ഈ പറയുന്നൊരു ഭയങ്കര ഹ്യൂജ് എമൗണ്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് സാലറി വരും. ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ സാലറി വരും, റെൻറ്റ് വരും. നമ്മൾ ലോൺ എടുത്താണ് ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ EMI വരും. ഇതൊക്കെ അടഞ്ഞു പോയി കഴിയുമ്പം നമുക്കൊരു വളരെ കുറച്ച് എമൗണ്ടേ നമ്മുടെ സേവിങ്സിലേക്ക് വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഒരു ലക്ഷറി ലൈഫൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ BDS വെച്ചിട്ട് അല്ലെങ്കിൽ നാട്ടിലൊരു ക്ലിനിക്ക് വെച്ചിട്ട് നമുക്ക് അത്ര ലക്ഷറി ലൈഫൊന്നും ലീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ല ഒരു ബാധ്യതയില്ല, EMI ഇല്ല, റെൻറ്റിനല്ല ബിൽഡിങ് എന്നൊക്കെയുണ്ട്. നമ്മളൊരു എക്സെപ്ഷണൽ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലക്ഷറി ആയിട്ട് ജീവിക്കാം. ഞാൻ ഈ പറയുന്നതൊന്നും വേറൊരു രീതിയിലല്ല, പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് സിനാരിയോ എന്ന് പറയുന്നത്. കാരണം ഇത്രയും ക്ലിനിക്സ് ഉണ്ട് കേരളത്തിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ എടുത്താൽ. അപ്പം നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര എക്സെപ്ഷനിലായിരിക്കണം, മറ്റ് ക്ലിനിക്സിനെക്കാട്ടിലും മേളിൽ നിൽക്കണം നമ്മൾ. അല്ലാതെ നമുക്ക് പരസ്യം ചെയ്ത് ഒന്നും ആരെയും നമ്മുടെ അടുത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പുറത്തേക്ക് പോകാന്നുള്ളതാണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് സ്ട്രഗിളാണ്. ഒന്നും ഈസി അല്ല ലൈഫിൽ, ഒന്നും ഈസി ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാലും അവിടുത്തെ ഇക്വാലൻ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് തിയറി കുറച്ച് എളുപ്പമാണ്, പ്രാക്ടിക്കലാണ് ഭയങ്കര ടഫ് എന്നാണ് എഴുതിയവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ഡെന്റിസ്റ്റ് ആണെങ്കിൽ പുറത്ത് പോയി ഡെന്റൽ ഹൈജീനിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ സെറ്റിലായി അവിടെ നന്നായിട്ട് പോകുന്നവരുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. ഞാൻ നാട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത്. ഇനിയിപ്പം കോളേജിലൊക്കെ പഠിപ്പിക്കാൻ കയറി കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ നമുക്ക് നന്നായിട്ട്, ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കാൻ കയറി ക്ലിനിക് പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ ചലഞ്ചസ് എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ഇതിൽ നിന്ന് ഭയങ്കര കോടീശ്വരന്മാരൊന്നും ആവാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കൊരു നല്ല നോർമൽ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. നമ്മൾ നല്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ, നമ്മൾ എക്സെപ്ഷണൽ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, പേഷ്യൻസിന് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇഷ്ടപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് അവർ റെഫർ ചെയ്ത് വീണ്ടും പേഷ്യൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്ക് എക്സെപ്ഷനിലാണ്, നമ്മൾ എക്സെപ്ഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്ത് പോകാനുള്ളത് BDS ഡിഗ്രി വെച്ചിട്ട് അല്ലെങ്കിൽ MDS ഡിഗ്രി വെച്ചിട്ട് നമുക്കൊരു പ്രൈവറ്റ് ക്ലിനിക്ക് ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഞാൻ കോളേജിൽ സിൽവർ അമാൽഗം വെച്ചിട്ട് സിൽവർ കളറിലെ സാധനം വെച്ചിട്ടാണ് പല്ലടയ്ക്കാൻ പഠിച്ചത്, അതുകൊണ്ട് എൻ്റെ ക്ലിനിക്കിൽ ഞാൻ അത് ചെയ്യുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ വരുന്ന പേഷ്യൻസിനൊക്കെ പല്ലിൻ്റെ കളറിൽ അടച്ചാൽ മതി. അപ്പം അവരെന്താണോ നമ്മൾ കോളേജിൽ പഠിക്കുന്നതായിരിക്കുകയല്ല നമ്മൾ റിയാലിറ്റിയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം നമ്മൾ കോളേജിൽ ഇതാ പഠിച്ചത് അങ്ങനെ തന്നെ ചെയ്യുക, പക്ഷെ പേഷ്യൻ്റ് അതൊന്നും അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ ഫെയിലിയർ ആയെന്നിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് ഡെന്റിസ്ട്രിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, എന്തൊക്കെയാണ് റൂട്ട് കനാൽ ടെക്നിക്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫില്ലിംഗ് മെറ്റീരിയൽസിൽ വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ്ഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഫീൽഡിൽ പലതരം പേഷ്യൻസ് വരും. നമ്മൾ പറയുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന പേഷ്യൻസ് നല്ലതാണ്, കുഴപ്പമില്ല, പക്ഷെ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പോയാൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ഡോക്ടേഴ്സ് ആവുള്ളൂ, നമ്മൾ ലൈഫിൽ സക്സസ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അതിന് നമ്മൾ ചിലപ്പം ഓരോ അസോസിയേഷനിലൊക്കെ ജോയിൻ ചെയ്യേണ്ടി വരും. നമ്മൾ എപ്പോഴും ഓരോ ഡെൻ്റൽ ജേർണൽസൊക്കെ, അല്ലെങ്കിൽ ഡെന്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇതിലോട്ട് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായിട്ട് ഇതിനകത്തായിരിക്കുമല്ലോ, ഇതിൻ്റെ ഒരു സർക്കിളിലായിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പം അതിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കാതെ നമ്മൾ എന്താ പറയുന്നത്, അപ്ഡേറ്റഡ് ആവാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതൊരു ചലഞ്ചാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത്രയായി, ഇത് ഇത്ര തന്നെ, ഇതിന് മുന്നോട്ടൊന്നും വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് പുറകിലായി പോകും. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ മുന്നോട്ട് വരണം. നമുക്ക് പറ്റുമ്പോഴൊക്കെ നമ്മൾ ഓരോ പുതിയ കോഴ്സും ഒക്കെ നമ്മുടെ ഡിഗ്രിയുടെ കൂടെ ആഡ് ചെയ്ത് അങ്ങനെ പോകാം. പുറത്തേക്ക് പോകുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇക്വാലൻ്റ് എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് അവിടെ ഡെൻ്റൽ സർജനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെൻ്റൽ അസിസ്റ്റൻറ്റോ ഡെൻ്റൽ ഹൈജീനിസ്റ്റോ ആയിട്ട് മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
കുറേയൊക്കെ സംശയങ്ങൾ മാറിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനതിന് റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ BDSന് പോകാൻ ഇഷ്ടമുള്ളവർ ധൈര്യമായിട്ട് പോയിക്കോ. ഈസി കോഴ്സാണെന്ന് ഞാൻ പറയത്തില്ല, ഒന്നും ലൈഫിൽ ഈസി അല്ല, എല്ലാം നമുക്ക് കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് പോയിക്കോളൂ BDSന്. ഇനി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പോകാനും ഞാൻ പറയത്തില്ല. നമുക്ക് ഇഷ്ടവും കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം ടഫായിരിക്കും പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് BDSന് പോയിക്കോ. 5 വർഷം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല ഡോക്ടറായിട്ട് ഇറങ്ങും. പിന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതല്ല PG ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുത്ത് നിങ്ങൾ ഏത് കോഴ്സ് നിങ്ങൾ പഠിച്ചാലും അതിനകത്ത് സാധ്യതകൾ നിങ്ങൾ പഠിക്കുക. ഇപ്പം ഏത് ജോലിയാണെങ്കിലും നിങ്ങൾ അതിൻ്റെ സാധ്യതകൾ മുന്നിൽ കാണുക. അത് നമുക്ക് മേ ബി കുറച്ച് ഈസി ആവത്തില്ല. എന്തെങ്കിലും ഒന്ന് പഠിച്ച് അവിടെ തന്നെ നിർത്താതെ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ അതിന് എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെയാണ് നമുക്കതിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ളത് കണ്ടെത്തി പോയാൽ മാത്രമേ നമുക്കതിൽ ഒരു വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഇത് കണ്ടന്റഡ് ആയിട്ട് ലൈഫ് പോകരുത്. നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം, ഇത് പഠിക്കണം, അത് പഠിക്കണം, ഇതിൽ ഇത്ര സാധ്യതകളുണ്ട്, അങ്ങനെ നോക്കി പോവുക. ഇപ്പോൾ BDS ആണെങ്കിലും MDS ചെയ്യുക, അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പം ഇതൊന്നും താല്പര്യമില്ലെങ്കിൽ MSc അനാറ്റമി ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോയി അവിടെ മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് BDSനെന്നല്ല, ഏത് കോഴ്സിനാണെങ്കിലും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. +2 കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല കോഴ്സ് എടുക്കാൻ പറ്റട്ടെ, നല്ലൊരു കോഴ്സിൽ നിങ്ങൾക്ക് ചെന്ന് ജോയിൻ ചെയ്യാൻ പറ്റട്ടെ, അവിടുന്ന് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. Bye.